ഉണ്ടായ അപകടത്തിൽ വാഹനം പൂർണ്ണമായി കത്തിനശിച്ചതിനാൽ മരിച്ചവരെ തിരിച്ചറിയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 5ഓളം മലയാളികൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഗണേഷ് എന്നയാളും ഉള്ളതായി അറിയുന്നു. അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ആമി സംഭവസ്ഥലത്ത് നിന്ന് നൽകുന്നു. MK, ഇന്ന് നടന്ന അതിദാരുണമായ വാഹനാപകടം എല്ലാ മനസ്സുകളിലും ഞെട്ടലുണ്ടാക്കുന്നതാണ്. 5 മലയാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഇതാണ്. തന്നെത്താനേ താനേ താനേ ഹലോ, എന്തായി? സാലറി കിട്ടിയില്ലേ? എന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയോ? എന്റെ വേണു, ഈ സാലറി കൊണ്ട് എന്തുണ്ടാവാനാ? നീ കുറച്ചുകൂടെ ക്ഷമിക്കേ. ഞാൻ എത്രയായി ക്ഷമിക്കുന്നു? നിന്നെ സഹായിച്ച് ഞാനിപ്പോ കുടുങ്ങി. എടാ, എൻ്റെ തറവാട് വെക്കാൻ അച്ഛനും പെങ്ങളും സമ്മതിച്ചു. അതിനുവേണ്ടി ഭാര്യയും മോളും നാട്ടിൽ പോയിരിക്കുക. നീ കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കേ. എനിക്ക് എല്ലാ കടങ്ങളും വീട്ടി എത്രയും പെട്ടെന്ന് എല്ലാം തിരിച്ചു പിടിക്കണം. ഇത് വല്ലതും നടക്കോ? ആ, അച്ഛൻ സമ്മതിച്ച സ്ഥിതിക്ക് എല്ലാം നടക്കും. പക്ഷെ കുറച്ചുകൂടെ സമയം തരണം എനിക്ക്. ശരി, ഇനിയെങ്കിലും അബദ്ധങ്ങളിൽ പോയി ചാടാതിരുന്നാ മതി. ഇല്ല, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ നിർത്തി വേണം. എന്റെ പൈസയുടെ കാര്യം അധികം താമസിപ്പിക്കരുത്. ഇല്ല. ആ വേണു, പിന്നെ നീ കമ്പനി വണ്ടിയിലല്ലോ ഓഫീസിൽ പോണത്. അപ്പോ നിനക്ക് ആ കാറിന്റെ ആവശ്യം വരില്ലല്ലോ. എൻ്റെ വേണു, ആ വണ്ടിയൊക്കെ ബാങ്കുകാർ കൊണ്ടുപോയി. അപ്പൊ അതും മൂഞ്ചി. ഹലോ, നാട്ടിൽ പോയിട്ട് എന്തുണ്ട് വിശേഷം? മോൾ കുട്ടിയില്ലേ ഇവിടെ? ഇവിടെ തന്നെയുണ്ട്, ഞാൻ കൊടുക്കാം. മോളെ ദാ. ഹലോ അച്ഛാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം മോളെ. മോൾക്ക് സുഖല്ലേ? സുഖാണ് അച്ഛാ. ഞാൻ ഇത്തിരി തിരക്കിലാണേ, പിന്നെ വിളിക്കാം. എടേ, നീ എവിടേക്കാ പോണേ? അവിടെ നിൽക്ക്, അച്ഛനോട് കുറച്ച് സംസാരിക്കേ. അവള് പോയി. സ്കൂളിൽ പോകാത്തതിന്റെ നല്ല വിഷമമുണ്ട് അവൾക്ക്. ഈ വർഷമല്ലേ, സാരമില്ല. എൻ്റെ പ്രയാസങ്ങളെല്ലാം അവൾക്ക് മനസ്സിലാവും. നിനക്കല്ലേടി ഒന്നും മനസ്സിലാവാത്ത? എന്ത് മനസ്സിലാക്കിയില്ലെന്ന്? പിന്നെന്താ നിനക്ക് ഇത്ര വിഷമം?
വീട് വിറ്റ് അച്ഛനെയും കൂട്ടി നിനക്ക് ഇങ്ങോട്ട് വന്നാൽ മാത്രം പോരെ? മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കൂലേ? നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. ആ പിന്നെ അച്ഛനെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കൊടുക്കട്ടെ? ആ കൊടുക്ക്. അച്ഛാ ദാ. ഹലോ. അച്ഛാ, എന്താണ് എൻ്റെ വിശേഷം? സുഖം അച്ഛാ. നാളെ ബ്രോക്കർ സർവേറിങ് കൊണ്ടുവരും. ആ സമയം അച്ഛൻ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ആ കിഴക്കേ ഭാഗം കൊടുക്കണ്ട. നീ അവരോട് വരണ്ടാന്ന് പറഞ്ഞേക്ക്. എന്താച്ചാ? തൽക്കാലം വീട് വിൽക്കുന്നില്ല. അച്ഛനെങ്ങനെ മാറ്റി പറഞ്ഞാൽ എന്താ ചെയ്യുക? അച്ഛൻ തന്നെയല്ലേ പറഞ്ഞ വീട് കൊടുക്കാമെന്ന്. നിന്റെ പ്രശ്നങ്ങൾ നീ തന്നെത്താനെ തീർക്കണം. മഞ്ജു മോള് ഇവിടെ തന്നെ നിന്നോട്ടെ. അവരുടെ ചെലവിനെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. എൻ്റെ മോളും എൻ്റെ ഭാര്യയും എവിടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അപ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുത്തോളടാ. നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. മോൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് എനിക്കും കാണില്ലേ ആഗ്രഹം. എത്രയെന്ന് വെച്ചിട്ടാ ഞാൻ ഒറ്റയ്ക്ക്. അതല്ലേ അച്ഛാ, അച്ഛനെ എത്ര തവണ ഞാൻ വിളിച്ചു. എന്നിട്ട് വേണം ഇനിയും കടം വാങ്ങാൻ. ഓഹോ, അപ്പൊ അതാണല്ലേ കാര്യം. എനിക്ക് വേണ്ട. ആ വീടും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. കെട്ടിപ്പിടിക്കാനോ? ഇത് നിന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണല്ലേടാ. ഞാൻ മരിച്ചതിന് ശേഷം നീ എന്തോ ചെയ്തോ? എന്ത് പറഞ്ഞാലും കാണും കുറെ പുരാണങ്ങൾ. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. എല്ലാം അവൾക്ക് വേണ്ടിയല്ലേ ചെയ്തത്, എൻ്റെ പുന്നാര പെങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ തന്നെ തീർക്കാൻ. നിങ്ങൾ മഞ്ജുവിന് ഫോൺ കൊടുക്കും. മോളെ മഞ്ജു, ഫോൺ. ഹലോ. നീ നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ നോക്ക്. അതെ ചേട്ടാ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. അതല്ലേ നല്ലത്. ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുള്ള കളിയാണല്ലേ? അല്ല ഏട്ടാ, എനിക്ക് ആരും വേണ്ടടി, ആരും വേണ്ട. ഏട്ടാ എന്തൊക്കെയാ ഈ പറയുന്നത്? ഹലോ ഹലോ ഏട്ടാ, ഹലോ. എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാനും ആരുമില്ല, എന്നെ മനസ്സിലാക്കാനും ആരുമില്ല. എല്ലാ പ്രശ്നങ്ങളും ഒറ്റയ്ക്ക് തീർക്കണമെന്ന് തന്നെ തീർക്കാം. എൻ്റെ ജീവിതം തന്നെ തീർക്കാം, അവസാനിപ്പിക്കാം. വളരെപ്പിച്ചത് എൻ്റെ അല്ലയോ ഗണേശ, എടാ പുതിയൊരു പരിപാടിയുണ്ട്. ചൈനയിൽ മുട്ട ഇറക്കി കച്ചവടം ചെയ്യാം. നീ റെഡിയാണോ? അവൻ്റെ അരിക്കച്ചവടം മുട്ടക്കച്ചവടം എനിക്ക് ഒരുത്തൻ്റെ മുട്ടയുടെ ആവശ്യമില്ല. കള്ളുപിടിച്ച് ചാവാതെ പോയി കിടന്നുറക്കടാ തേണ്ടി. അവൻ്റെ ഒരു മുട്ട 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 പുൽസയ അയ്യോ എൻ്റെ മുട്ട. ചാവ 1
11 മണിയായോ? The number you are trying to call is currently not reachable. Please try again later. ഹലോ, ആരാണ്? സർ, ഞാൻ ഗണേശാണ് സർ. മൈ ഗോഡ്, ഏത് ഹോസ്പിറ്റലാണ്? ഹോസ്പിറ്റലോ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് സർ. സുഖമില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഓ, താനൊന്നും അറിഞ്ഞില്ലല്ലേ? നിങ്ങൾ ഓഫീസിലേക്ക് വരുന്ന നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയി. ഇന്നുണ്ടായ അപകടത്തിൽ വാഹനം പൂർണ്ണമായി കത്തിനശിച്ചതിനാൽ മരിച്ചവരെ തിരിച്ചറിയുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 5 മലയാളികൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഗണേഷ് എന്നയാളും ഉള്ളതായി അറിയുന്നു. അപകടത്തിൻ്റെ ഹലോ, എനിക്കൊന്നും പറ്റിയില്ല മഞ്ജു. നീ ഇങ്ങനെ വിഷമിക്കില്ലേ? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നീ ഇങ്ങനെ കരയാതെ അച്ഛന് പുറത്തെ. എനിക്ക് അച്ഛനോട് മാപ്പ് പറയണം. പോയെന്നോ? എവിടെ പോയി? എടാ മോനെ, നീ എന്നോട് ചോദിച്ചില്ലേ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന്? നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ തരില്ലടാ. എന്റെ ജീവൻ, എന്നിലെ ജീവൻ പകുതിയായി, എന്നിലെ ജീവൻ പകുതിയായി, ആ നല്ല സ്നേഹം പോയി മറഞ്ഞു. നാമജപങ്ങൾ കേൾക്കാതായി, ഓർമ്മകളൊന്നും മരിക്കാതെ, മിഴികളെന്നും ഈറനോടെ. ആ നല്ല നേരം മാഞ്ഞിടുമോ? നമ്മളോ തന്നെത്താനേ മണ്ണിലോ തന്നെത്താനേ. എന്നിലെ ജീവൻ പകുതിയായി, എന്നിലെ ജീവൻ പകുതിയായി, ആ നല്ല സ്നേഹം പോയി മറഞ്ഞു. നാമജപങ്ങൾ
കാതാ